ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് ഏകദേശം 12:50 ആയിട്ടുണ്ട്. സോ ഇപ്പോൾ എന്താണ് വിശേഷം എന്ന് പറഞ്ഞാൽ, നാളെ റിച്ചുകുട്ടൻ ആദ്യമായിട്ട് ഒരു കല്യാണത്തിന് പോവാണ്, ഫസ്റ്റ് ടൈം. സോ അതിന് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നാളെ ഒരു 5:30 ആകുമ്പോൾ നമ്മൾ എണീക്കണം. പക്ഷേ ഇതുവരെ റിച്ചു ഉറങ്ങിയിട്ടില്ല, 1:30 കഴിഞ്ഞ് ഉറങ്ങാറുള്ളൂ. സോ നമ്മളിങ്ങനെ കളിച്ച് കിടക്കുന്ന സമയം ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പാമ്പേഴ്സും അവന് കൊടുക്കുന്ന ഫോമിലെയും പിന്നെന്താ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൂടി നമ്മൾ പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ബാക്കി വിശേഷം നാളെ മോർണിംഗ് കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ട്. ധരിച്ചു നല്ല ഉറക്കമാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ റെഡിയാവാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉറങ്ങട്ടെ. സാധാരണ ഒരു മോർണിംഗ് ഒരു 11 മണി വരെ ഉറങ്ങും. 11 മണി വരെ ഉറങ്ങലാണ് പതിവ്. ഉറങ്ങിക്കോട്ടെ. അപ്പോഴേക്കും ഞാൻ റെഡി ആയതിനു ശേഷം വെച്ചുപിപ്പിനെ റെഡിയാക്കി എണീറ്റ് സൗണ്ട് കേൾക്കുമ്പോൾ ചെറുതായിട്ട് അങ്ങനെ അതാണ് ഈ പതുക്കെ സംസാരിക്കുന്നത്. ഓക്കെ, ഇന്നലെ നൈറ്റ് 1:30 1:45 ഉറങ്ങി. ഞാൻ പിന്നെ അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങിയത്. അങ്ങനെ കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ട്. മദേഴ്സ് ലൈഫ് അങ്ങനെയാണല്ലോ. അങ്ങനെ ഞാൻ റെഡിയായി. ഇതുവരെ എണീറ്റിട്ടില്ല. വേറൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ കാറിൽ കയറുന്നതൊക്കെ പോകും. അപ്പോൾ ഇത്രയും നേരം ഉറങ്ങി സഹായിച്ചിട്ടുണ്ട്. രാവിലെ റെഡിയാക്കി എടുക്കണം. ഇതുവരെ എണീറ്റിട്ടില്ല. പാമ്പേഴ്സും മേലൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ഡ്രസ്സ്. വേറെ ഒന്നുമില്ല, ഇവിടെ മാത്രമേ വർക്കുള്ളൂ. ഒരു ഗ്രീൻ പാൻറ്റ്, ഒരു ഗ്രീൻ ഷോൾ. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഹെയർ ഒന്നും ചെയ്തില്ല. ഇനി കാറിൽ കയറി അത് അങ്ങോട്ടും ഇങ്ങോട്ടാക്കാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബന്നും കോഫിയുമാണ്. അവൻ ഇതുവരെ എണീറ്റിട്ടില്ല. എണീറ്റിട്ട് നമുക്ക് റെഡിയാക്കി കൊണ്ടുപോവാം. മിച്ചുകുട്ടാ, കല്യാണത്തിൽ പോണ്ടേ? ഭയങ്കര ഉറക്കമാണ്. ഹലോ ഒരു രക്ഷയില്ലാത്ത ഉറക്കത്തിലാണ്. എണീപ്പിച്ച് ഫീഡ് ചെയ്തിട്ട് വേണം റെഡിയാക്കാൻ. സോ അവൻ എങ്ങനെ എണീക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നോക്കട്ടെ. രാവിലെ ക്രീമൊക്കെ ഇട്ട് ഏടെ പോണു? ശരിക്കടൂ. അങ്ങനെയും നമ്മൾ റെഡിയായി. വേറെ ഒരു 2-3 അധികം ഡ്രസ്സും കൂടെ നമ്മൾ വച്ചിട്ടുണ്ട്. നമ്മളിപ്പം കാറിൽ കയറി പോവും, കല്യാണത്തിന് പോകും. ഉറക്കത്തിന് ഇതിലിരിക്കുകയാണ്.
അങ്ങനെ നല്ല ഭംഗിയായിട്ട് മാരേജൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇത്രയും നേരം റിച്ചു ബേബി ഉറക്കമായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഉണർന്നു. അപ്പോൾ ഞാൻ വേഗം കാർ പാർക്കിങ്ങിൽ പോയിട്ട് ഫീഡ് ചെയ്തു, ഡൈപ്പറും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി കുറച്ച് ഫ്രീ ടൈം കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ശിവഗിരീൻ്റെ മേൾ ഭാഗത്തിലോട്ടൊക്കെ പോയെന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയി. അപ്പോൾ അവിടെ നന്ദി ഇരിക്കുന്ന കണ്ടപ്പോൾ എല്ലാവരും അവരവരുടെ വിശ്വസും കാര്യങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ അമ്മ പറഞ്ഞു. ഞാൻ തിരിച്ചിറങ്ങാൻ നേരമോ പറഞ്ഞത്, അതിൻ്റെ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ചെറിയ ഇറിറ്റേഷൻസ് ഒക്കെ കാണിച്ചു തുടങ്ങി. അതാണ് ഇങ്ങനെ അമ്മ കൊണ്ട് നടക്കുന്നത്. അപ്പോഴത്തേക്കും എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.